കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ ഓരോ നിമിഷങ്ങളും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ചെറുതും വലുതുമായ നിരവധി ആവശ്യങ്ങളുടെ മധ്യത്തിലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്നത്. എന്നാൽ പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊന്നും കൃത്യസമയത്ത് നിർവഹിക്കപ്പെടാതിരിക്കുമ്പോൾ വല്ലാതെ പലരും നിരാശപ്പെടുകയും ഭാരപ്പെടുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ തിരുവചനം പറയുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ എന്നു തന്നെയാണ്. നമ്മൾ പലപ്പോഴും നമുക്ക് തന്നെ നിസ്സാരന്മാരായി തോന്നുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയും പ്രശ്നവും. തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും നമ്മെക്കുറിച്ചൊരു അഭിമാനം ഉണ്ടാവണം. വിലയുള്ളവരായി കാണുവാൻ നമ്മൾ പഠിക്കണം, പരിശ്രമിക്കണം. എന്നാൽ പലപ്പോഴും അതിന് കഴിയാതെ പോകുന്നു എന്നുള്ളത് നിർഭാഗ്യകരമായ അവസ്ഥയാണ്. തിരുവചനം പറയുന്നത്, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാണ് എന്ന് തന്നെയല്ലേ? അത് ഇന്നും ദൈവത്തിൻ്റെ കരുതൽ നമുക്ക് ഓരോരുത്തർക്കും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവ് വെളിപ്പെടുത്തി നൽകട്ടെ. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 28-ാം വാക്യം വായിക്കട്ടെ. ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ഉടുപ്പിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്ര അധികം. നമുക്ക് ദൈവം ആരാണെന്നും ദൈവം എങ്ങനെയാണ് നമ്മെ കാണുന്നതെന്നും, അല്ലെങ്കിൽ ദൈവത്തിന് നമ്മൾ ആരാണെന്നും നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ നമ്മുടെ മനോഭാവത്തിന് തന്നെ വ്യത്യാസമുണ്ടാകും. അങ്ങനെയാകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്കും വിശ്വാസത്തിനുമൊക്കെ ഒരുപാട് മാറ്റം സംഭവിക്കുമെന്നുള്ളതും മറന്നുപോകണ്ട. എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി അല്ലല്ലോ നമ്മൾ ദൈവത്തെ സേവിക്കേണ്ടതും ദൈവത്തെ സേവിക്കുന്നതും. ഇന്നത്തെ സുരക്ഷിതവും വിസ്തൃതവുമായ കോൺക്രീറ്റ് പാലങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നല്ലോ. കുത്തി ഒഴുകുന്ന തോടുകൾക്ക് മീതെ ഒറ്റത്തടി പാലം, അതിൻ്റെ മുകളിലൂടെയുള്ള നടപ്പ് ഒത്തിരി ഭയാനകമാണ്. ആരും അറിയാതെ ദൈവത്തെ വിളിച്ചു പോകും. എന്നാൽ ഏതെങ്കിലും വിധത്തിൽ അക്കരെ എത്തിക്കഴിയുന്നത് വരെയുള്ളൂ ഈ ദൈവത്തെ വിളി പലർക്കും. അക്കരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു ചിന്ത പോലും ചിലരുടെ ഹൃദയത്തിൽ ഉണ്ടാവില്ല. ഇങ്ങനെയുള്ളവർക്ക് പ്രതിസന്ധികളിൽ മാത്രം ദൈവത്തെ മതി. പ്രശ്നങ്ങൾ എന്തെങ്കിലും നേരിടുമ്പോൾ തീവ്രമായ പ്രാർത്ഥനയായിരിക്കും. അല്ലാത്ത സമയങ്ങളിൽ ദൈവത്തെക്കുറിച്ച് ഓർക്കുക പോലുമില്ല പലരും. നമ്മൾ വിചാരിച്ചതിനേക്കാൾ മെച്ചമായി കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ പിന്നെ ദൈവത്തിനെന്താണ് അവിടെ കാര്യം, അല്ലേ? അപ്പോൾ നമ്മൾ വിലയിരുത്തുന്നത്, ഇങ്ങനെയൊക്കെ ലഭിച്ചത്, ഇങ്ങനെയൊക്കെ നേടിയത് നമ്മൾ ദീർഘനാൾ പരിശ്രമിച്ചത് കൊണ്ട്, നമ്മൾ അധ്വാനിച്ച നിമിത്തമായിട്ടാണ് ലഭിച്ചത്, ആസൂത്രണത്തിൻ്റെ മികവാണ് ഈ കാണുന്ന ജയമൊക്കെ. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ഇവരിൽ പലരുടെയും ആത്മീയത തണുത്തു പോവുകയും ചെയ്യും. പ്രാർത്ഥന മുടങ്ങും, ആരാധനയ്ക്കുള്ള പോക്ക് വളരെ കുറയും. പിന്നെ വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് പ്രാർത്ഥനയ്ക്കൊക്കെ തീഷ്ണത ഉണ്ടാവുന്നത്. ദൈവത്തെ വെറുമൊരു പ്രോബ്ലം സോൾവറായിട്ട് മാത്രം കാണരുത്. പ്രശ്നപരിഹാരത്തിന് മാത്രമല്ല ദൈവം ഇരിക്കുന്നത്. ചിലർ ദൈവത്തെ വെറും ക്രൈസിസ് മാനേജറായിട്ടാണ് കണക്കാക്കുന്നത്. ഏത് പ്രതിസന്ധിയിലും ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കരുതെന്നോ നിലവിളിച്ച് പ്രാർത്ഥിക്കരുതെന്നോ ഒന്നുമല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഏതു സമയത്തും നമുക്ക് ദൈവസന്നിധിയിൽ ഓടിയെത്തുവാനുള്ള അവകാശമുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് ആവശ്യമായ ദൈവിക നന്മകളൊക്കെ നൽകി കഴിയുമ്പോഴും ആദ്യം പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന മറക്കരുത്. തികഞ്ഞ പ്രത്യാശയോടെ, നിറഞ്ഞ വിശ്വാസത്തോടെ ഏതു നേരത്തും ദൈവസന്നിധിയിലേക്ക് ഓടിച്ചെല്ലുവാൻ മനസ്സുള്ളവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, പ്രതിസന്ധികളിൽ നമ്മളെ തള്ളിക്കളയുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്. ഏത് പ്രശ്നങ്ങളുടെ മധ്യത്തിലും ഓടി വന്ന് നമ്മെ സഹായിപ്പാൻ സന്നദ്ധനായിരിക്കുന്നതും വിശ്വസ്തനായിരിക്കുന്നതും, പ്രശ്നങ്ങളുടെ നടുവിൽ ഓടി വന്ന് നമ്മെ കരം പിടിച്ചുയർത്തുകയും ചെയ്യുക എന്നുള്ളത് ദൈവം നമ്മോട് കാണിക്കുന്ന നീതി മാത്രമാണ്. ദൈവം നമ്മെ ഇത്രമാത്രം സ്നേഹിക്കുവാനും കരുതുവാനും ഒരു അർഹതയുമുള്ളവരല്ല നമ്മൾ എന്ന് എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എന്നാൽ നമ്മുടെ അർഹതയ്ക്കപ്പുറം അർഹിക്കാത്ത നന്മകൾ തന്ന് നമ്മെ നടത്തുന്ന ദൈവത്തെ എത്ര സ്തുതിച്ചാലും എത്ര മഹത്വപ്പെടുത്തിയാലും മതിയാവുകയില്ല എന്നത് വെറും ഭംഗിവാക്കല്ല കേട്ടോ. ATM കാർഡ് കയ്യിലുണ്ട് എന്ന് വെച്ച് ഓടി ചെന്ന് ബാങ്കിൽ നിന്ന് പണമെടുക്കാൻ കഴിയില്ല. ATM ചെന്നാൽ പണം കിട്ടിക്കണമെന്നും നിർബന്ധമില്ല. നമ്മുടെ അക്കൗണ്ടിൽ പണം ഉണ്ടെങ്കിൽ മാത്രമേ ATM കാർഡ് കൊണ്ട് പ്രയോജനമുള്ളൂ. സത്യത്തിൽ ഈ ഒരു രീതി ദൈവം കൈവരിച്ചിരുന്നെങ്കിൽ നമ്മളിൽ എത്ര പേർക്ക് ഈ നിലയിലുള്ള ഐശ്വര്യവും സമ്പത്തും നന്മയും അനുഗ്രഹവുമൊക്കെ കൈവരിക്കാൻ കഴിയുമായിരുന്നു എന്നത് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്നേഹവാനായ ദൈവം, കരുണാസമ്പന്നനായ ദൈവം കണ്ണുനീർ കണ്ട് മനസ്സലിഞ്ഞ് നമ്മെ സഹായിച്ച വിധങ്ങൾ ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായി നമുക്ക് മുന്നേറാം.
യേശു തമ്പുരാൻ ഉറപ്പ് തരുന്നത് ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ഇങ്ങനെ ദൈവം ഉടിപ്പിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. താമരയും കാക്കയും വയലിലെ പുല്ലുമൊക്കെ ഉദാഹരണമാക്കിക്കൊണ്ട് നമ്മെ എത്ര ശ്രേഷ്ഠമായ ദൈവം പരിപാലിക്കുന്നു എന്ന് പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ് ഈ 12-ാം അധ്യായം. നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവം ചെയ്ത നന്മകൾക്കൊത്തവണ്ണം കർത്താവിനോട് ചേർന്ന് നടക്കാനും ശ്രമിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളെക്കുറിച്ചുള്ള ഓരോ പദ്ധതികൾക്കായിട്ടും സ്തോത്രം. അങ്ങയുടെ എല്ലാ നടത്തിപ്പിനായിട്ടും സ്തോത്രം. വിശ്വാസത്തോടെ അങ്ങേ പിൻപറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.